ടു ഓൾ മൈ പാരൻസ്. ഇതെൻ്റെ പാരൻസിനുള്ള വീഡിയോ ആണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എൻ്റെ തെറപ്പി ക്ലിനിക്കിൽ വരുന്ന കുഞ്ഞിൻ്റെ അമ്മയാണ്. ഇന്നലെ ആ കുഞ്ഞിന് 2 മാസമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇന്നലെ ഡോക്ടറെ കാണേണ്ട ദിവസമായിരുന്നു. ഡോക്ടർ പറഞ്ഞു നല്ല റിസൾട്ട് ഉണ്ട്, ഒരു 2 മാസം കൊണ്ട് നല്ല റിസൾട്ടാണ് കുഞ്ഞിന്. ഇനി ഒരു ഏകദേശം ഒരു 7-8 മാസം കൊണ്ട് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊരു കോൺഫിഡൻറ്റും കൊടുത്തു. അമ്മയ്ക്ക് വളരെ സന്തോഷമായി. എനിക്കപ്പോൾ പാരൻസിനോട് പറയേണ്ടത്, നമ്മുടെ ഈ റിസൾട്ടിന് പിന്നിൽ ഒരു തെറപ്പിസ്റ്റ് മാത്രമല്ല, ആ തെറപ്പിസ്റ്റും ആ പേരൻസും ആ കുട്ടി പോകുന്ന സ്കൂളും എല്ലാമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുന്ന സ്കൂള്, തെറപ്പി സെൻറ്റേഴ്സ്, അതുപോലെ പാരൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് സമയത്ത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും. പാരൻസിനോടും ആണിത്. പാരൻസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടും പോസിറ്റീവായിട്ടും എടുക്കണം. ഈ 8 മാസക്കാലം ഇനി ഡോക്ടർ ഉണ്ടെന്ന് പറയുന്ന മാസം ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജേർണി. ഞാൻ അമ്മയോടും പറഞ്ഞു, നമുക്ക് വളരെ പാടുള്ള പ്രയാസമുള്ള സമയങ്ങളാണ് ഇനി കടന്നു പോകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിൽ ഇതിലൊരു മാറ്റം വരുമെന്നും, നമ്മളെപ്പോലെ വലിയ ഫൈറ്റേഴ്സ് ഇല്ല. പാരൻസ് വളരെ വലിയ ഫൈറ്റേഴ്സാണ്. അവരത് റിസൾട്ട് അച്ചീവ് ആകുക തന്നെ ചെയ്യും. അതുപോലെ എന്താണ് തെറപ്പി ക്ലിനിക്കിൽ എടുക്കുന്നതെന്നും എന്താ നമ്മളിനി വീട്ടിൽ ചെയ്യേണ്ടതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാകും. വേറൊരു പാരൻസിനോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം വളരേണ്ടത്. ഗ്രാൻഡ് പാരൻസിൻ്റെ റോളാണ് ചെയ്യുക. അവർ പാരൻസിന് പറ്റില്ലാത്തവരുണ്ടാകും, പുറത്തുള്ളവരൊക്കെ. പക്ഷെ ഒരു പാരൻ്റെങ്കിലും കൂടെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പാരൻസ് തന്നെ വളർത്തണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പൾസ് നമ്മളെപ്പോലെ അറിയുന്നവർ ആരുമില്ല. അപ്പോൾ എല്ലാ പാരൻസിനും ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വിടുന്ന സെൻറ്റേഴ്സും നമ്മൾ കൊണ്ടുപോകുന്ന സ്കൂള്, അതുപോലെ നമ്മുടെ പാരൻറ്റിങ് ഏറ്റവും നന്നായി നടത്തുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഗ്രാൻഡ് പാരൻസിനെ സെറ്റ് ചെയ്യാൻ ഏൽപ്പിക്കരുത്. അവർ പാരൻറ്റിങ് എന്നത് ഒരു വാത്സല്യമാർക്കും അവർക്ക് കൂടുതലുണ്ടാകും. നമ്മൾ നോ പറഞ്ഞിട്ട് നോ പറയുകയും യെസ് ചെയ്യേണ്ടവർ യെസ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല ഫ്യൂച്ചേഴ്സ് നമ്മുടെ കയ്യിലാണെന്ന് ഓർത്ത് നമ്മൾ അവരെ നല്ലവരായി വളർത്തുവാനുള്ള ഉത്തരവാദിത്തം നമ്മൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവർക്കും എൻ്റെ ക്ലിനിക്കിൽ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ പേരൻസിനും റിസൾട്ട് ഉണ്ടാകും. അത് നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷം. ഇവിടെ കൂടെ നിന്ന പാരൻസുകളുടെ അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം. പാരൻസ് ഫാദറും വരുന്നുണ്ട്. അമ്മമാർക്ക് ഇപ്പം പേരെടുത്ത് ഗ്ലൗഡിയ മാം, കുറേ പാരൻസും ഉണ്ട്. മാമിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടിയോണ്ട് ഞാൻ പറയാണ്. മാമിൻ്റെ ഒരു ബിഗ് സപ്പോർട്ടാണ് അവരുടെ ഡിസ്ചാർജിന് കാരണം. അതുപോലെ ഒരുപാട് പാരൻസ് ഉണ്ട്. എല്ലാ പാരൻസും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. താങ്ക് യു എവ്രിവൺ.